എല്ലാവർക്കും സ്വാഗതം. ഞാനാണ് സ്ത്രീയിലേക്ക് ഒരിക്കൽ കൂടി. കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിൽ ചർച്ച ചെയ്തതുപോലെ സ്ത്രീകൾക്ക് കടക്കേണ്ടി വരുന്ന കടമ്പകൾ പലതാണ്. കുടുംബത്തിൽ നിന്ന് സമ്മതം വാങ്ങിക്കുക, സമൂഹത്തിൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുക, ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ വർക്ക് സ്പേസിലെത്തി കഴിഞ്ഞപ്പോൾ വർക്ക് സ്പേസിൽ നിന്ന് കിട്ടുന്നതായിട്ടുള്ള പ്രഷർ, അത് ഒരു പക്ഷേ ഡെഡ് ലൈൻ പ്രഷറായിരിക്കാം, നേരത്തെ ചർച്ച ചെയ്ത പോലെയുള്ള സെക്ഷൽ ഫേവേഴ്സ്, അത്തരത്തിലുള്ള ഇഷ്യൂസ് ആയിരിക്കാം. അംടീൻ ഇഷ്യൂസ് ആൻഡ് പ്രഷേഴ്സ് നമുക്ക് ചുറ്റുവട്ടത്തും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ എല്ലാ ഹഡിൽസും ചാടിക്കടന്ന് നമ്മൾ അക്കരെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന ക്രിയേറ്റീവ് സജഷൻസിൻ്റെ ക്വാളിറ്റി അഫക്റ്റഡ് ആവുന്നതായിട്ട് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? എനിക്ക് ഫീൽ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഒരു പെൺകുട്ടിയാണ് ആർട്ട് ഡയറക്ടർ എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ആദ്യം വരുന്നൊരു കൺഫ്യൂഷനാണ് ഈ കുട്ടി ഹാൻഡിൽ ചെയ്യുമോ എന്നുള്ളത്. ആൻഡ് എന്നെ കണ്ടു കഴിയുമ്പോഴത്തേക്കും ഈ കുട്ടിയോ എന്നുള്ളൊരു സാധനം വരാറുണ്ട് എപ്പോഴും. അത് കാരണം അവർ പ്രതീക്ഷിക്കുന്നത് കുറച്ചുകൂടി ഏജ്ഡ് ആയിട്ടുള്ള ഒരാളായിരിക്കാം, അതുകൊണ്ടായിരിക്കാം. പക്ഷേ അതെനിക്ക് കൂടുതൽ സ്ട്രെങ്ത് മാത്രമേ തരുള്ളൂ. കാരണം ഞാനിത് കഴിഞ്ഞ് വന്നതാണ്. ഞാൻ ഇത്രയും കാരണം ആദ്യം പോയി അവിടെ നിന്ന് വർക്ക് ചെയ്യുന്ന സമയത്ത് 20 പേര് ഉണ്ടാവും, അവിടെ ആണുങ്ങൾ മാത്രമേ ഉണ്ടാവും. അവരിൽ ഹാഫ് എഡ്യൂക്കേറ്റഡ് ആണ്, ഹാഫ് അൺഎഡ്യൂക്കേറ്റഡ് ആണ്. അപ്പോൾ അവരെ ഓരോരുത്തരും നമ്മളിൽ ഒരാളായിട്ട് ഞാൻ അവിടെ പെരുമാറി. അങ്ങനെയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ അവർ പലപ്പോഴും ചില സിറ്റുവേഷൻസിൽ ഒക്കെ അവളെ കൊണ്ട് അത് ചെയ്യിക്കേണ്ട, അവൾക്കത് പറ്റില്ല, അവളിത് ചെയ്താൽ മതി എന്നുള്ള രീതിയിൽ കുറേ കാര്യങ്ങൾ വന്നിട്ട് ഫൈനലി ഇവിടെ നിൽക്കുന്ന സമയത്ത് ഐ ക്യാൻ ഡു എനിത്തിങ് എന്നുള്ളൊരു സാധനമുണ്ട്. കാരണം ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് എക്സാക്ട്ലി. കാരണം അവരെന്നെ ചാലഞ്ച് ചെയ്യുമ്പോൾ, നിനക്ക് കാർപ്പൻറ്ററി ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കുമ്പോൾ അവരെന്നെ ചാലഞ്ച് ചെയ്യുമ്പോൾ അതെനിക്ക് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ കാണിച്ചു കൊടുക്കുമ്പോൾ അവിടെ എനിക്ക് ഇന്നും ഞാൻ പവർഫുൾ ആവുകയുള്ളൂ. ഇപ്പോൾ അങ്ങനെ ഒരു ടയേർഡായ ഫീൽ ഇല്ല, പക്ഷേ അവരുടെ കൺഫ്യൂഷൻസ് മാറ്റണം എന്നുള്ളൊരു ആവശ്യം എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ, ഐ ഹാവ് ടു പ്രൂവ് മൈ സെൽഫ് അഗെയിൻ. ബാലചേച്ചി നേരത്തെ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, നമ്മൾ സിനിമ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മാത്രം ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു താല്പര്യം, ഒരു ഇൻട്രസ്റ്റ് ആയി നിലനിൽക്കുന്ന ഒരു സമയത്തിൽ നമ്മളുടെ ഉള്ളിലെ ആ ഒരു ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ ആ ഒരു സ്പാർക്കിനെ കൂടുതൽ തെളിയിപ്പിച്ച് നിർത്താൻ പറ്റുന്നത് എങ്ങനെയാണ്? എനിക്കിപ്പം പ്രതിസന്ധി ഇല്ലെങ്കിൽ അയ്യോ ഇത് സിനിമയല്ലേ എന്ന് നടക്കുന്നേന്നുള്ള ഒരു വെപ്രാളാണ്. കറക്റ്റായിട്ട് നടന്നു കഴിയുമ്പോഴും നമുക്ക് ഇതൊക്കെ ഇങ്ങനെ തരണം ചെയ്ത് വന്നു കഴിയുമ്പോഴത്തേനും ഈസി ആവുന്നതാണ് എന്ന് പറയുമ്പോൾ പോലും നമുക്ക് അയ്യോ ഇങ്ങനെയൊന്നും അല്ലല്ലോ എന്നുള്ള പലതും തിരിച്ചു തോന്നുന്ന കുറെ സന്ദർഭങ്ങളുണ്ട്. ഇതിങ്ങനെ എത്രയും നന്നായി നടന്ന വേറെ എവിടെയെങ്കിലും പോയി എന്തെങ്കിലും പണി കിട്ടാനുണ്ട് എന്നുള്ള പോലത്തെ അങ്ങനെയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോഴത്തേനും നമുക്ക് ഇതിനോടൊരു സ്നേഹം വരും. ഇത് അതായത് നമ്മുടെ ഒരു ഭാഗമായിരിക്കും. ഇതിപ്പോൾ നമ്മൾ വേണ്ടാന്ന് വെച്ചാലും ഇപ്പം കഥ എഴുതുന്ന മനുഷ്യർ ചിലപ്പം പബ്ലിഷ് ചെയ്യാനായിട്ട് കഥ കൊടുക്കുന്നുണ്ടാവില്ല, പക്ഷെ അവരുടെ മനസ്സിൽ അവർ എഴുതിക്കൊണ്ടേ ഇരിക്കുന്നുണ്ടാവും, ചിലപ്പോൾ എഴുതുന്നുണ്ടാവും. അപ്പം അതുപോലെ ഇത് കുറച്ച് കഴിയുമ്പം നമ്മളുടെ ഈ ഒരു എക്സ്പ്രഷൻ, നമ്മൾ അത് ഏതെങ്കിലും രീതിയിൽ എക്സ്പ്രസ് ചെയ്യുന്നത് ജോലി എന്നുള്ളതിനെക്കാട്ടിലും അപ്പുറം നമ്മളൊരു പാഷനായി കഴിയും. പിന്നെ നമ്മൾ കാണുമ്പോൾ നമ്മളിപ്പോൾ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ മാത്രം പറയുന്നെടുക്കുന്നതുകൊണ്ടാണ്. പുരുഷന്മാരാണെങ്കിലും ഇത് സിനിമയെ പറ്റിയിട്ടുള്ള ഓരോ കോട്ടിങ്സ് വെച്ചാൽ സാധാരണ ഒരു സിനിമ എടുക്കാനുള്ള സാധാരണ പോലെയുള്ള, പക്ഷെ നിങ്ങൾക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു സിനിമ എടുക്കുകയാണെങ്കിൽ ഇതൊരു വാർ തന്നെയാണ്. നമ്മളായാലും മറ്റുള്ളവരായാലും അത് കുറെ കഴിയുമ്പം അങ്ങനെ അതുകൊണ്ട് ക്രിയേറ്റിവിറ്റി ഈ പറയുന്ന പോലെ നമ്മൾ ചില ആൾക്കാർ നമ്മൾ ചിലപ്പോൾ വാശി പിടിപ്പിക്കുമ്പം ചില കാര്യങ്ങൾ പറ്റില്ല എന്ന് പറയുമ്പോൾ പറ്റില്ല എന്നാൽ പിന്നെ ആ ഏരിയ നോക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകും. ഇത് ഈ സിനിമയെ പറ്റി ജനറൽ ആയിട്ട് പറയുന്ന ഒരു സാധനം എൻട്രി മാത്രമുള്ള എക്സിറ്റ് ബോർഡ് ഇല്ലാത്തൊരു സ്ഥലമാണ് എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ക്രിയേറ്റിവിറ്റീനെ എങ്ങോട്ടൊക്കെ ബ്രാഞ്ച് ഔട്ട് ചെയ്യിക്കാം, നമുക്ക് എങ്ങനെ അതിനകത്ത് ഇതാവാം എന്നൊക്കെ തോന്നാറുണ്ട്. പിന്നെ ചില സമയങ്ങളിൽ നമ്മൾ ആകെ വിഷമിച്ചു പോകുന്നൊരു സമയം എന്ന് പറഞ്ഞാൽ ഓവർ ദ ഇയേഴ്സ് ഈ പറയുന്ന പോലെ 60 ദിവസം 70 ദിവസം നമുക്ക് ശീലമില്ലാത്ത തരത്തിലുള്ള വർഷങ്ങളോളം നീണ്ടു നിൽക്കുന്ന ജോലികൾ കൊണ്ട്, അത് സ്ത്രീക്കായാലും പുരുഷനായാലും നമ്മുടെ ഹെൽത്ത്, അതൊക്കെ ഇതിനകത്തുള്ള ഒരു ഭാഗമാണ്, ആരും പറയാത്ത ഭാഗമാണ്. ഒരുപാട് പേർക്ക് ഹെൽത്ത് ഇഷ്യൂസ്, അത് സ്ത്രീകൾക്ക് മാത്രമല്ല, അങ്ങനെയൊക്കെ ആൾക്കാർ വരികയും നമ്മൾ ഏറ്റവും കൂടുതൽ സിനിമയിലാണല്ലോ ആൾക്കാർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഇതുണ്ടാക്കുന്ന ഇത്തരം സ്ട്രെസ് കൊണ്ട് വരുന്ന ഇമോഷണൽ ബുദ്ധിമുട്ടുകൾ, അതിനെ മാനേജ് ചെയ്യാനുള്ള ഹെൽത്ത് ഇഷ്യൂസ്, അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ചില സമയങ്ങളിൽ നമ്മൾ വല്ലാതെ അതിനെപ്പറ്റി ഒരു ചിന്തയൊക്കെയായി പോകുന്നല്ലാതെ ഒരു തരത്തിലും ഈ പറയുന്ന പോലെ പ്രതിസന്ധി വരൂ നമ്മൾ നോക്കാം എന്നുള്ള മട്ടിൽ നമ്മൾ സ്ട്രോങ്ങർ ആയിട്ട്. ഇപ്പം ആദ്യമൊക്കെ നമുക്ക് ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ നോ കേൾക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പം നമുക്ക് ചെല്ലുമ്പോഴേ അറിയാം 4 സ്ഥലത്ത് നോ കേൾക്കും, അപ്പം ആദ്യം തന്നെ യെസ് കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ ആദ്യം
അല്ല അങ്ങനെയല്ല തോന്നുന്നു, അങ്ങനെയാണ് നമ്മുടെയൊക്കെ അനുഭവം.